ഫ്രണ്ട്സ്, നമ്മൾ ഒരുപാട് നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും വീഡിയോ ചെയ്തേക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇത് ഞാൻ നട്ടേക്കുന്ന തക്കാളി ചെടിയാണ്. ഒരുപാട് നിറയെ പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ? ഇതിലെല്ലാത്തിലും പൂ വന്നിട്ടുണ്ട്, കായ ഉണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ടുണ്ടായ തക്കാളിയാണ്. ഇത് കണ്ട. ഇവിടെ എല്ലാം രണ്ട് ഇതിനകത്താണ് നട്ടേക്കണം. ഈ തക്കാളിപ്പെട്ടി എന്നൊക്കെ പറയൂലേ, അതിനകത്താണ് നട്ടേക്കണം. ഒരു പെട്ടിക്കകത്ത് 2 തൈ വീതമാണ് നട്ടേക്കണം. എല്ലാത്തിലും കായ ഉണ്ടായിട്ടുണ്ട്, ശരിക്കും പൂക്കളും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് വളങ്ങളൊന്നും അങ്ങനെ ഇടാറില്ല. ചാണകപ്പൊടി, ആട്ടിൻ കാഷ്ടം, പിന്നെ മുഴുവനും കരിയിലയിലാണ് ഇത് ചെയ്തേക്കുന്നത്. ഉണക്ക കരിയില വാരിയിട്ട് അത് ഇത് ട്രേയിലൊക്കെ നിറച്ചതിന് ശേഷം അതിനകത്താണ് നട്ട് കൊടുത്തേക്കുന്നത്. ഇതിനകത്തെല്ലാം ഇത് തക്കാളി ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ശരിക്കും പുതിയ പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞായറാഴ്ച ഇന്ന് അവധിയല്ലേ, അപ്പോൾ നിങ്ങളെല്ലാം ഇതൊന്ന് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഒരുപാട് നാളായിട്ട് ഇത് ചെറുതിലേ നടുമ്പോഴേ ഞാൻ വിചാരിക്കുമായിരുന്നു വീഡിയോ എടുക്കാറ്. അപ്പോൾ സമയം കിട്ടിയില്ല. അപ്പോൾ രാവിലെയും വൈകിട്ടും ഒക്കെ ഒന്ന് വെള്ളം ഒഴിക്കാൻ വരുമ്പോൾ ഇരുട്ടിപ്പോകും രാത്രിയാകുമ്പം. അപ്പോൾ ഫോണൊന്നും കൊണ്ടുവരാറില്ല. അപ്പോൾ ഇന്ന് എന്തായാലും അവധിയല്ലേ, അപ്പോൾ ഒരു വീഡിയോ എടുത്ത് നിങ്ങളെല്ലാവരും എൻ്റെ കൃഷിത്തോട്ടങ്ങളിൽ ഇതിലെല്ലാം കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് ചെയ്തേക്കുന്ന തക്കാളിയാണ്. തക്കാളിയുണ്ട്. അതേപോലെ തന്നെ ഇവിടെ പയർ ചെയ്തിട്ടുണ്ട്. പയർ പടർന്ന് തുടങ്ങിയതേ ഉള്ളൂ, കായ്ച്ച് തുടങ്ങിയിട്ടില്ല. പടർന്ന് പിടിച്ചിട്ടേ ഉള്ളൂ, പടർന്ന് തുടങ്ങിയതേ ഉള്ളൂ. അതുപോലെ തന്നെ സലാഡിൻ്റെ വെള്ളരി ഇവിടെ നട്ടിട്ടുണ്ട്. സലാഡിൻ്റെ വെള്ളരി. അപ്പോൾ ഇത് പൊടിക്കുമെന്ന് വിചാരിച്ചതല്ല, അതിൽ കായും ഉണ്ടായിട്ടുണ്ട്. ചെറിയൊരു തൈയാണ്, ഇത്രേ പടർന്നിട്ട് വന്നിട്ടുള്ളൂ. പക്ഷേ അതിനകത്തുള്ള കായ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ശരിക്കും കായ് വന്നിട്ടുണ്ട്. ഇതെല്ലാം കായ് വന്നേക്കണാണ്. എല്ലാ തട്ടിലും കണ്ട കായ് വന്നിട്ടുണ്ട്. അതിനെല്ലാം ഇത് കണ്ട, എല്ലാത്തിലും നല്ല ഇതിൽ ആദ്യമായിട്ടുണ്ടായത് ഇത്തിരി വലുതായിട്ടുണ്ട്. കണ്ട, ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന കണ്ട, ഈ ഒരെണ്ണമാണ് ആദ്യമായിട്ട് ഉണ്ടായത്. അത് ഇത്തിരി നല്ല നീളം വെച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാത്തിലും കണ്ട, ഓരോ പൂവിൻ്റെ അടുത്തും നമ്മൾ പറയില്ല കള്ളപ്പൂവാണെന്ന്, അത് ഇത് പക്ഷേ കള്ളപ്പൂവായിട്ട് അങ്ങനെ വന്നിട്ടില്ല. എല്ലാത്തിലും കായോട് കൂടിയാണ്. എല്ലാത്തിലും ചെറിയ 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 ഇതുവരെ കറക്റ്റ് നല്ല വെള്ളരി വന്നിട്ടുണ്ട്. ഇതാണ് സലാഡ് വെള്ളരി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉണ്ടാകില്ലെന്ന് വിചാരിച്ച് ആകെ 3 വിത്ത് മാത്രം എടുത്ത് കുഴിച്ച് വെച്ചതാണ്. പക്ഷെ അതിലെല്ലാം നമുക്ക് സലാഡ് വെള്ളരി ഉണ്ടായിട്ടുണ്ട്. ഇത് കണ്ട, സലാഡ് വെള്ളരി. അപ്പോൾ ഇതൊന്നും പാഴായി പോണതൊന്നും അല്ല, നല്ല സലാഡ് വെള്ളരി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അതിനകത്തെല്ലാം ശരിക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഉണ്ടാവുമെന്ന്, അതുകൊണ്ടാണ് ഞാൻ 2 വിത്ത് മാത്രം എടുത്തതാക്കി. അതേപോലെ തന്നെ ഇവിടെ ഇത് പാവലുണ്ട്. പാവൽ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. പാവൽ അതേപോലെ തന്നെ ഇത് തക്കാളി പെട്ടി എന്നൊക്കെ പറയില്ലേ, അതിനകത്താണ് ഇത് കരിയില വാരിയിട്ടിട്ടാണ് ചെയ്തേക്കണം. പാവലിനകത്ത് നിന്ന് പാവൽ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ആദ്യമായിട്ടുണ്ടായി പാവൽ ഇതാണ്. അപ്പം ബാക്കിയെല്ലാം തന്നെ ഇങ്ങനെ പൂവിട്ട് വരണതേ ഉള്ളൂ. ഇതൊക്കെ കള്ളപ്പൂവാണ്, ഇതിനകത്തൊന്നും ഉണ്ടാവില്ല. പക്ഷെ അല്ലാതെ അങ്ങൊക്കെ തൊട്ട് മേളിലോട്ട് വരണം ഇതൊക്കെ ഇല്ലേ, ഇത് നല്ലതാണ്. ഇതിങ്ങനെ പൂവും കായും കൂടെ ഒരുമിച്ച് ഉണ്ടാവണമെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം എന്താ ഇതുപോലെ വെറുതെ ഒരു പൂ പൂത്തിട്ട് അങ്ങ് പോകുന്നതാണെങ്കിൽ ഇത് കള്ളപ്പൂവെന്നൊക്കെ പറയും നമ്മൾ. ഇതിനകത്തൊന്നും ഉണ്ടാവില്ല. പക്ഷേ കായും കൂടെ ഉണ്ടായിട്ടുള്ളതാണെങ്കിൽ ഇതുപോലെ പാവയ്ക്ക് കിട്ടും. ഇവിടെ ഉള്ളത് കണ്ട പടവലത്തിൽ പൂ വന്നിട്ടുണ്ട്. പക്ഷേ കായ്ക്കാനായിട്ടുള്ള പൂ വന്നിട്ടില്ല. അത് അങ്ങോട്ട് മുകളിലോട്ട് വരണതേ ഉള്ളൂ. കണ്ട, പടർന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ മുകളിൽ വലയിട്ട് കൊടുത്തിട്ടുണ്ട്, അങ്ങോട്ട് കയറിയിട്ടുണ്ട്, വലയിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാ വരാനുള്ളതുള്ളൂ. പിന്നെ വേറെ കുറച്ച് സ്ഥലത്തൂടെ നമ്മൾ നട്ടിട്ടുണ്ട്. ഈ പടവലവും പാവലും ഒക്കെ കുറച്ചുകൂടെ പന്തലിട്ടിട്ട് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. അത്
അതിലൊക്കെ അവിടെ ആണെങ്കിൽ പാവലൊക്കെ നല്ല കായ്ച്ചിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ പടവലിങ്ങനെ കയറിപ്പോണം. അതിൻ്റെ ഒപ്പം തന്നെ പാവലും കയറിപ്പോണുണ്ട്. അപ്പോൾ നമുക്ക് കുറേ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ വീഡിയോ എടുക്കാനായിട്ട് സമയമില്ലാത്തതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇത് മുഴുവൻ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ വേറൊരു ഇത് കൂടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ മുന്തിരി, അപ്പോൾ തന്നെ ഉണ്ടോ ചെറിയൊരു മുന്തിരിയുടെ ഇതാണ്, പക്ഷെ പടർന്ന് പിടിച്ചു. ഇതിൽ നിന്ന് മുന്തിരി കായ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യ വീഡിയോ വീണ്ടും ഇടുന്നതായിരിക്കും. ഇത് ആദ്യമായിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. ഈ മുന്തിരി നമ്മൾ നട്ടിട്ടിപ്പോൾ ഒരു മാസമേ ആയുള്ളൂ, പക്ഷെ അത് പടർന്ന് നല്ല പുതുതായിട്ട് പോകുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ വേറെ തക്കാളിയുണ്ട്, അതിലും പൂ വന്നേ ഉള്ളൂ. ഇതെല്ലാം തക്കാളി ചെടികളാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ പയർ, അങ്ങനെ എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ എനിക്കൊരു ആഗ്രഹം എന്ന് വെച്ചാൽ നമ്മളെ മക്കൾക്ക് വിഷമില്ലാത്ത പച്ചക്കറിയുണ്ട്. ഇപ്പോൾ തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സലാഡൊക്കെ ഉണ്ടാക്കി ചുമ്മാ എടുത്ത് പറിച്ച് കഴിച്ചുകൂടെ. അല്ലാതെ ഈ തമിഴ്നാട്ടിൽ നിന്ന് പറഞ്ഞാൽ ഒരിടത്ത് തമിഴ്നാട്ടിലൊരു സ്ഥലത്ത് തന്നെ അവർ കൃഷി ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയപ്പോൾ അവർ കുറേ കൃഷിയെക്കുറിച്ചൊക്കെ അവർ മാമ ഇങ്ങനെയെല്ലാം പറഞ്ഞൊക്കെ തന്നു. പക്ഷെ പറഞ്ഞു തന്നപ്പോൾ ഒരു അതിൻ്റെ താഴത്തെ ഒരു സ്ഥലം അവർ സെപ്പറേറ്റ് കൃഷി ചെയ്തേക്കണം. അപ്പോൾ നമ്മളിങ്ങനെ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ എല്ലാം ഉണ്ട്, എല്ലാ വിളകളും ഓരോരോ ഇതായിട്ട് ലെയറായിട്ട് അവർ നട്ടിട്ടേക്കണം, എല്ലാ വിളകളും, എല്ലാ പച്ചക്കറികളും. അപ്പോൾ നമ്മളിങ്ങനെ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ അത് അവരുടെ വീട്ടിലത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടെന്നാണ് അവർ പറഞ്ഞത്. കാരണം എന്താണ്, അവരവരുടെ വീട്ടിലത്തേക്ക് പോലും അവരുണ്ടാക്കുന്ന പച്ചക്കറി അവർ എടുക്കാറില്ല. കാരണം അത്രയ്ക്കും മാരകമായിട്ടുള്ള വിഷം അടിച്ചിട്ടുള്ള പച്ചക്കറിയാണ് അവർ നമ്മുടെ കേരളത്തിലോട്ട് കയറ്റി അയക്കാൻ വേണ്ടിയിട്ട് തമിഴ്നാടുകാർ കൃഷി ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ കൃഷി ചെയ്യുമ്പോഴത്തേക്കും അതവരവരെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി എടുക്കൂല. കാരണം അതിൽ അത് മാരക വിഷമാണെന്ന് ഇത് നടൻ അവർക്ക് തന്നെ അറിയാം. അപ്പോൾ നമുക്ക് എൻ്റെ കൊച്ചുങ്ങൾ വിഷം അടിച്ച പച്ചക്കറി കഴിക്കരുത് എന്നുള്ളതുകൊണ്ട് മിക്ക സാധനങ്ങളും ഞാൻ ഇവിടെ കൃഷി ചെയ്തെടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ പഴയ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ പിന്നെ കുറേയൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റാറില്ല. അപ്പോൾ കടയിൽ നിന്ന് പച്ചക്കറി മേടിക്കുന്നത് ഇവിടെ കുറവാണ്. പച്ചക്കറി അങ്ങനെ മേടിക്കാറുമില്ല. കടയിൽ നിന്ന് മേടിക്കണേക്കാളും ഇവിടെ തന്നെ. അതേപോലെ തന്നെ ഇവിടെ ഇത് മാത്രമല്ല, ചീര കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചീര കുറേ ആയതുകൊണ്ട് പിന്നെ പുറത്തൊക്കെ കൊടുക്കാറുമുണ്ട്. പിന്നെ പയറുണ്ട്. പയർ ഇതുവരെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അത് വേറെ സ്ഥലത്താണ് കൃഷി ചെയ്തേക്കണം. ശരിക്കും പയറൊക്കെ അതുണ്ടായിട്ടുണ്ട്. എപ്പോഴും പയർ അതിൽ നിന്ന് പറിച്ചെടുക്കും. പക്ഷെ പയർ ഇതുവരെയും കൊടുത്തിട്ടില്ല പുറത്ത്. വീട്ടിലൊക്കെ ആവശ്യത്തിന് എടുക്കണമല്ലാണ്ട് വിൽക്കാനായിട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ചീര പറിച്ച് വിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പം തക്കാളിയിലിപ്പം ആദ്യമായിട്ട് കായ കായ്ച്ചപ്പോൾ എനിക്കൊരു സന്തോഷം. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും നട്ടിരുന്നാലും അതൊക്കെ അങ്ങ് വാടിപ്പോകും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് കുറേ പൂ മാത്രം തന്നിട്ട് അങ്ങ് പൂവങ്ങ് കൊഴിഞ്ഞു. അപ്പോൾ കായൊക്കെ കായ്ച്ചപ്പോൾ ഒരു സന്തോഷം. അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് അറിയിക്കാനായിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറികളൊക്കെ അവർ കീടനാശിനി അടിക്കാണ്ട് അതൊന്നും അവർ ഇത്രയ്ക്ക് നന്നായിട്ടേ. ഇപ്പോൾ നമ്മളൊരു ഇത് കൃഷി ചെയ്യുമ്പോൾ നമുക്കറിയാം അതിനെന്തെല്ലാം വളം വേണം. അല്ലെങ്കിൽ ആ ഒരു ചെടി വേഗം തന്നെ പാഴായി പോകും. നമ്മൾ വിചാരിക്കുന്ന വിളവൊന്നും തരില്ല. അപ്പോൾ ഇത്രയും മുതൽ മുടക്കി തമിഴ്നാട്ടുകാർ കൃഷി ചെയ്യുമ്പോഴത്തേക്കും അവർക്കത് നഷ്ടത്തിലാവാതിരിക്കാൻ അവർ മാക്സിമം കീടനാശിനി തളിച്ചിരിക്കും. അത് അറിയണമുണ്ട്, നേരിട്ട് കണ്ടത് കൊണ്ടുമാണ്. മാരകമായ വിഷം വാങ്ങണ്ടല്ലോ, മക്കൾക്ക് അതറിഞ്ഞുകൊണ്ട് വിഷം കൊടുക്കണ്ടല്ലോ. ഇപ്പം അതുകൊണ്ടാണ് നമ്മളറിയാതെ തന്നെ പുകയില പോലുള്ള മാരകമായിട്ടുള്ള വിഷങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിലും വായ്ക്കകത്ത് സാധാരണ കുഞ്ഞു കുട്ടികൾക്ക് വരെ ക്യാൻസർ വരാനുള്ള നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഇതൊക്കെയാണ്. കടയിൽ നിന്നുള്ള ഫുഡ് നമ്മൾ ലേസൊന്നും മേടിച്ച് കൊടുക്കൂല കുട്ടിക്ക് എന്ന് പറഞ്ഞിരുന്നാൽ തന്നെയും നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കണം. നമ്മൾ കൊടുക്കുന്ന ഈ പച്ചക്കറി എന്നാണ് ഏറ്റവും കൂടുതൽ മാരകമായ വിഷമൊക്കെ. അത് എന്തായാലും ആ കായലും കൂടെ കാണും, ആ തളിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് വിഷങ്ങളൊന്നും തീണ്ടാതെ മക്കൾക്ക് നല്ലൊരു പച്ചക്കറി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇതിലോട്ട് ഇറങ്ങിയേക്കണം. എല്ലാം ശരിയാവും, കായ്ക്കും. എങ്കിൽ അടുത്ത വീഡിയോയിൽ സമയമില്ല, അതാണ് വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയല്ലേ, അവധിയല്ലേ എന്ന് കരുതിയാണ് ഇതൊക്കെ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാൻ. എൻ്റെ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു അടുക്കളത്തോട്ടം കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടെങ്കിലും ഉള്ളത്, വലിയ രീതിക്ക് ചെയ്യണമെന്നല്ല, എന്നാലും നാളെ മുതൽ കൃഷി ചെയ്യണമെന്നല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നമ്മൾക്ക് വെറുതെ കിട്ടുന്ന സമയത്തൊന്ന് ഒരു ചാക്കിൽ കിടക്കണ മുറ്റത്ത് കിടക്കണ കരിയില മതി, അതിനെ തൂത്തുകൂട്ടി അങ്ങോട്ട്
ചാക്കിൽ നിറച്ച് കഴിഞ്ഞാൽ അത് 2 ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ അത് മണ്ണായി പൊടിഞ്ഞ് നല്ല ഇതായി വരും. അതാണ് ഏറ്റവും നല്ല വളം. അതിനകത്തൊരു വിത്ത് ഊന്നി വെച്ചിരുന്നാൽ അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഒന്ന് കുറച്ചൊന്ന് നോക്കിയൊന്ന് അതിന് വേണ്ട വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഉള്ളിയുടെ തോല്, മുട്ടയുടെ തോടൊക്കെ പൊടിച്ച് അതിനകത്ത് മൂട്ടിലിട്ട് കൊടുത്താൽ വേറെ വളമൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ കിട്ടുമെങ്കിൽ ഉണക്ക ചാണകപ്പൊടിയോ കോഴിക്കാരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതായിരിക്കും. പിന്നെ സ്യൂഡോമോണസ് മേടിച്ച് മണ്ണിലും ഒക്കെ ഒന്ന് തളിച്ച് കൊടുത്തിരുന്നാൽ വേറെ പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാനും പറ്റും. ഓക്കെ, താങ്ക് യു.